അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു. ജൂൺ 26 നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ജാർഖണ്ഡ് ചൈബാസ കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. 2018 രാഹുൽ ഗാന്ധി BJPക്കെതിരെ നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിലാണ് നടപടി. MG മിഥുൻ ചേരുന്നു. മിഥുൻ, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, 2018 ഈ കേസിന് ആസ്പദമായ സംഭവം. അന്ന് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വേളയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയത്. കൊലക്കുറ്റവാളി എന്ന രീതിയിലുള്ള പരാമർശമായിരുന്നു നടത്തിയത്. അന്ന് അതിനുശേഷം BJP നേതാക്കൾ നൽകിയ ഹർജിയിൽ ആണ് ഇപ്പോൾ ചൈബസ കോടതി ഇപ്പോൾ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. ഉടൻ ഹാജരാകണം, അടുത്ത മാസം തന്നെ 9-ന് കോടതിയിൽ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം പലയിടത്തു നിന്ന് മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പല കോടതിയിൽ നിന്നും ഇത്തരത്തിൽ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തിന് തീയതി പരാമർശവുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്നു. അതിൽ ഇത്തരത്തിൽ ഹിന്ദുത്വ ഗ്രൂപ്പായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പരാതിയിൽ പിന്നീട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു കേസ് ഈ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി പോരാടുകയാണെന്ന പരാമർശത്തിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരുന്നു. മറ്റൊന്ന് സവർക്കർക്കെതിരായിട്ടുള്ള അപകീർത്തി പരാമർശത്തിൽ കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി കേസുകൾക്കൊടുവിലാണ് ഇപ്പോൾ 2018 ഈ ഒരു സംഭവത്തിൽ ഇപ്പോഴത്തെ നിലവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ ഇപ്പോൾ ജാർഖണ്ഡിലെ ചൈബസ കോടതി വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത മാസം 9-ന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് MG മിഥുൻ നൽകിയത്.